യുഎസുമായി ഒപ്പുവെച്ച ധാരണാപത്ര വ്യവസ്ഥകൾ സസ്പെൻഡ് ചെയ്ത് ഇറാൻ. ഇറാനിലെ റോഡുകളും പാലങ്ങളും തകർക്കുന്ന രൂക്ഷമായ ആക്രമണം യുഎസ് ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം. യുഎസ് സൈനിക നടപടിക്ക് പിന്നാലെ ജോർദാനിലും കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ദക്ഷിണ ഇറാനിലെ ടെലിഫോൺ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ആക്രമണത്തിൽ തകർന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നിലവിലുള്ള ഈ സമാധാന വ്യവസ്ഥകളെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ഇല്ലാതാകുന്ന കാഴ്ചയല്ലേ കാണുന്നത്? നീലിമ, തീർച്ചയായും സമാധാന വ്യവസ്ഥകൾ ഓരോ ദിവസം ചെല്ലുന്തോറും അല്ലെങ്കിൽ തുടർച്ചയായി 7-ാം ദിവസവും ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ അറിയിച്ചൊരു സാഹചര്യമാണ് ഇറാനിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. 14-ന് സമാധാന ധാരണ ഇറാൻ ജൂൺ 17-നാണ് ഇറാനും അമേരിക്കയും ഇസ്ലാമാബാദിൽ ഒപ്പുവെച്ചത്. തുടർന്ന് അതിൻ്റെ നടപടികൾ 14-ന് ധാരണയുടെ ഭാഗമായുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നീക്കങ്ങൾക്കിടയിലാണ് വീണ്ടും ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും രൂക്ഷമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്താണോ സമാധാന ധാരണയിൽ ചെയ്തിരുന്ന വ്യവസ്ഥ അവയെല്ലാം തന്നെ ലംഘിക്കപ്പെടുകയും ഹോർമൂസിൽ ഇറാൻ നടത്തിയിരുന്ന ഉപരോധം അല്ലെങ്കിൽ ഇറാൻ തടസ്സപ്പെടുത്തിയിരുന്ന നീക്കം പുനഃസ്ഥാപിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇറാനിലെ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന അമേരിക്കയുടെ നീക്കം തുടരുകയും ചെയ്തു. വീണ്ടും ആക്രമണം പരസ്പരം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 7 ദിവസം തുടർച്ചയായ ആക്രമണം നടന്നു. പാലങ്ങളും റോഡുകളും തകർക്കുന്നൊരു നീക്കം, പശ്ചാത്തല സൗകര്യം തകർക്കുന്നൊരു നീക്കം കൃത്യമായും US-ന്റെ ഭാഗത്ത് നിന്ന് ഇറാനിൽ ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സമാധാന ധാരണ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇനിയും സമാധാന ധാരണയിലേക്ക് നീങ്ങേണ്ടതില്ല, തുടർ ആക്രമണങ്ങളിലേക്ക് നീങ്ങാമെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സൂചനയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണം തുടരാനും തുടർച്ചയായി നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിലുള്ള യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ അമേരിക്ക ഒരുക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ടാങ്കർ വിമാനങ്ങൾ അയച്ചത്, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ യുദ്ധവിമാനങ്ങളിൽ എണ്ണ നിറയ്ക്കുന്നതിനുള്ള ടാങ്കർ വിമാനങ്ങൾ യുദ്ധ സാഹചര്യങ്ങളിൽ കാര്യമായി വിന്യസിക്കപ്പെടാറുണ്ട്. അത്തരം നീക്കങ്ങൾ നടത്തുന്നു. അതുപോലെ ടാങ്കർ വിമാനങ്ങൾ കൃത്യമായും ഈ പ്രവർത്തനങ്ങളുടെ പരിശീലനം നടത്തുന്ന വീഡിയോകൾ പുറത്തുവിടുന്നു. അത്തരത്തിലുള്ള പല നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്കയും. വലിയൊരു സംഘർഷ സാധ്യതയിലേക്ക് ഇറാൻ പോകുന്നു അല്ലെങ്കിൽ പശ്ചിമേഷ്യ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചനയായി വേണം ഈ സമാധാന ധാരണ വ്യവസ്ഥകളിൽ നിന്നും പിന്മാറിയ ഇറാന്റെ നീക്കത്തെ വിലയിരുത്തേണ്ടത്. ശരി, യുഎസുമായി ഒപ്പുവെച്ച ധാരണാപത്ര വ്യവസ്ഥകൾ സസ്പെൻഡ് ചെയ്ത് ഇറാൻ. സമഗ്ര റിപ്പോർട്ടാണ് ഐസൻ പങ്കുവച്ചത്.